ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ഡിപ്രിവേഷൻ ഇൻഡെക്സ് എന്താണെന്ന് മനസ്സിലാക്കാം. ഡിപ്രിവേഷൻ ഇൻഡെക്സ് എന്നാൽ എന്താണ് എന്നാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഡിപ്രിവേഷൻ ഇൻഡെക്സ് ആദ്യം നമുക്കിത് എന്താണെന്ന് മനസ്സിലാക്കാം. ദ ഡിപ്രിവേഷൻ ഇൻഡെക്സ് ഈസ് എ മെഷർ യൂസ്ഡ് ടു അസസ് ലെവൽസ് ഓഫ് ഡിപ്രിവേഷൻ. അതായത് ഡിപ്രിവേഷൻ അളക്കാനുള്ള, അതായത് ദാരിദ്ര്യം, ഇല്ലായ്മ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ, ഇതൊക്കെ അളക്കുന്നതിനുള്ള ഒരു ഇൻഡെക്സ് ആണ് ഡിപ്രിവേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓർ ഡിസഡ്വാൻറ്റേജ് ഇൻ എ സ്പെസിഫിക് പോപ്പുലേഷൻ, അതായത് ദാരിദ്ര്യമോ അല്ലെന്നുണ്ടെങ്കിൽ ഇല്ലായ്മകളോ അല്ലെന്നുണ്ടെങ്കിൽ ഡിസഡ്വാൻറ്റേജുകളോ ഒരു സ്പെസിഫിക് പോപ്പുലേഷനിൽ, ഒരു ജനസംഖ്യയിൽ അളക്കുന്നതിനുള്ള ഒരു ഇൻഡെക്സ് ആണ് ഡിപ്രിവേഷൻ ഇൻഡെക്സ്. അല്ലെന്നുണ്ടെങ്കിൽ ഏരിയ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ്, ഇതൊക്കെ അതിൽ ഉൾപ്പെടും. അപ്പോൾ ഇറ്റ് പ്രൊവൈഡ്സ് ഇൻസൈറ്റ്സ് ഇൻ ടു സോഷ്യൽ, എക്കണോമിക് ആൻഡ് മെറ്റീരിയൽ ഇന്നിക്വാളിറ്റീസ്. അപ്പോൾ ഈ ഇന്നിക്വാളിറ്റീസ്, അസമത്വങ്ങളില്ലേ, സോഷ്യൽ ഇന്നിക്വാളിറ്റി, എക്കണോമിക് ഇന്നിക്വാളിറ്റി, മെറ്റീരിയൽ ഇന്നിക്വാളിറ്റി, ഇതിലൊക്കെ ഒരു ഇൻസൈറ്റ് കൊടുക്കുന്ന ഒന്നാണിത്. ഇപ്പോൾ പോളിസി മേക്കേഴ്സിനെ ഇത് ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാണ് ഹെൽപ്പിംഗ് പോളിസി മേക്കേഴ്സ്, റിസർച്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യും, ആൻഡ് ഓർഗനൈസേഷൻസിനെ, സംഘടനകളെ ഹെൽപ്പ് ചെയ്യുന്നതിനാണ് ഐഡൻറ്റിഫൈ ഏരിയാസ് ദാറ്റ് നീഡ് ടാർഗറ്റഡ് ഇൻ്റർവെൻഷൻസ്. ഏതൊക്കെ ഏരിയകളിലാണ് അവർ ഇടപെടേണ്ടത് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ഇൻഡെക്സ്. അതായത് ഏതൊക്കെ ഏരിയകളിലാണ് ദാരിദ്ര്യം, അവർ ഇടപെടേണ്ട മേഖല ഏത്, മെച്ചപ്പെടുത്തേണ്ട മേഖല ഏതെന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന ഒന്നാണ് ഇത്. അടുത്തതിൻ്റെ പ്രത്യേകത നോക്കാം. കീ ഫീച്ചേഴ്സ്. അതിൽ ഒന്നാമത്തെ മൾട്ടി ഡയമെൻഷനാണ്. അതായത് ഡിപ്രിവേഷൻ ഇൻഡീസസ് ടിപ്പിക്കലി മെഷേഴ്സ് വേരിയസ് ഡയമെൻഷൻസ് ഓഫ് ഡിപ്രിവേഷൻ. ഡിപ്രിവേഷൻ്റെ പല മേഖലകൾ മെഷർ ചെയ്യും. അതായത് ഇൻകത്തിൽ ഉണ്ടാകുന്ന ഡിപ്രിവേഷൻ, എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെൻറ്റ്, ഹൗസിംഗ്, ഹെൽത്ത്, ആക്സസ് ടു സർവീസസ് ആൻഡ് ലിവിങ് എൻവയോൺമെൻറ്റ്, ഇതെല്ലാം, അത് ജീവിക്കുന്ന സാഹചര്യം, അവർക്ക് ഹെൽത്ത് ആക്സസിബിലിറ്റി ഉണ്ടോ, പിന്നെ സർവീസ് ആക്സസിബിലിറ്റി ഉണ്ടോ, ഹോസ്പിറ്റൽ അല്ലെന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, ഇതെല്ലാം ഈ എല്ലാ മേഖലകളും ഇവർ മെഷർ ചെയ്യുന്നുണ്ട്. മൾട്ടി ഡയമെൻഷനാണിത്. അടുത്തത് ഇങ്ങനെ മൾട്ടി ഡയമെൻഷനായിട്ട് മെഷർ ചെയ്തിട്ട് കോമ്പോസിറ്റ് മെഷർ കൊടുക്കും. അതാണ് രണ്ടാമത്തത്. കോമ്പോസിറ്റ് മെഷർ എന്ന് പറയുന്നത് ഇറ്റ് കമ്പൈൻസ് മൾട്ടിപ്പിൾ ഇൻഡിക്കേറ്റേഴ്സ് ഇൻ ടു എ സിംഗിൾ സ്കോർ, ഒറ്റ സ്കോറിൽ കൊണ്ട് എത്തിക്കും. അലോയിങ് ഫോർ ആൻ ഓവറോൾ അസസ്മെൻറ്റ് ഓഫ് ഡിപ്രിവേഷൻ. അപ്പോൾ എന്ത് സാധ്യമാകും? ഒരു സ്കോർ കൊടുക്കാൻ, മൊത്തത്തിലുള്ള ഒരു അസസ്മെൻറ്റ് കൊടുക്കാൻ ഇതിലൂടെ സാധ്യമാകും. അപ്പോൾ കൂടുതൽ സ്കോർ കിട്ടുന്നവർക്ക് എന്താണ്? ഹയർ സ്കോർസ് യൂഷ്വലി ഇൻഡിക്കേറ്റ് ഗ്രേറ്റർ ലെവൽസ് ഓഫ് ഡിപ്രിവേഷൻ. കൂടുതൽ സ്കോർ കിട്ടുമ്പോഴത്തേക്ക് അത് സൂചിപ്പിക്കുന്നത് ഡിപ്രിവേഷൻ, ദാരിദ്ര്യം പല മേഖലകളിലും മൊത്തത്തിൽ കമ്പൈൻ ചെയ്തപ്പോൾ കൂടി നിൽക്കും, ദാരിദ്ര്യം കൂടുതലാണെന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്തത് ജിയോഗ്രഫിക് ഫോക്കസ് ആണ്. എന്ന് പറയുന്നത് ഡിപ്രിവേഷൻ ഇൻഡീസസ് ആർ ഓഫൺ കാൽക്കുലേറ്റഡ് ഫോർ സ്പെസിഫിക് ജിയോഗ്രഫിക് ഏരിയാസ്. ഒരു പ്രത്യേക ഒരു ജിയോഗ്രഫിക് ഏരിയാസിന് വേണ്ടിയിട്ടാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ടു ഹൈലൈറ്റ് സ്പാഷ്യൽ ഇന്നിക്വാളിറ്റീസ്. അതായത് സ്പാഷ്യൽ എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഏരിയയിൽ എത്ര ഇന്നിക്വാളിറ്റി ഉണ്ടെന്ന്, ഒരു സ്ഥലത്തെ സംബന്ധിച്ച ആണ് ഈ സ്പാഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ അത്ര ഏരിയയിൽ ഇന്നിക്വാളിറ്റി ഉണ്ടെന്ന് കാണിക്കുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഉദാഹരണം നെയ്ബർഹുഡ്സ്, റീജിയൻസ്, പർട്ടിക്കുലർ റീജിയൻ അല്ലെങ്കിൽ കൺട്രീസ്, ഇതൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. ഇനി നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ആദ്യത്തത് IMD ആണ്. IMD എന്ന് പറയുന്നത് ഇൻഡീസസ് ഓഫ് മൾട്ടിപ്പിൾ ഡിപ്രിവേഷൻ അതാണ് IMD എന്ന് പറയുന്നത്. അപ്പോൾ അത് യൂസ്ഡ് ഇൻ ദ UK, അത് UK യൂസ് ചെയ്ത ഒന്നാണിത്. ദ IMD അസസസ് ഡിപ്രിവേഷൻ അക്രോസ് 7 ഡൊമൈൻസ്. അപ്പോൾ ഇതിൽ 7 ഡൊമൈനുകളിലാണ് ഈ ഡിപ്രിവേഷൻ അളക്കുന്നത്. 7 ഡൊമൈൻ ഇതൊക്കെയാണ്. ഒന്ന് ഇൻകം, എംപ്ലോയ്മെൻറ്റ്, അതായത് ഇൻകം അറിയില്ല, വരുമാനം, തൊഴിൽ, അതായത് എംപ്ലോയ്മെൻറ്റ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ക്രൈം, കുറ്റകൃത്യങ്ങൾ, പിന്നെ ഹൗസിംഗ് ആൻഡ് ലിവിങ് എൻവയോൺമെൻറ്റ്. ഈ 7 കാര്യങ്ങളാണ് ഈ IMDയിൽ ഉൾപ്പെടുന്നത്. അടുത്തത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ആണ്, HDA. നമുക്കെല്ലാവർക്കും അറിയാം. അതായത് ത്രൂ ബ്രോഡർ ഇൻ സ്കോപ്പ്. ഇത് കുറച്ചുകൂടെ ബ്രോഡറാണ്. HDA എന്ന് വെച്ചാൽ കുറച്ച് ബ്രോഡർ സ്കോപ്പ് ആയതുകൊണ്ട് ദ HDA റിഫ്ലെക്ട്സ് ഡിപ്രിവേഷൻ അറ്റ് ദ നാഷണൽ ലെവൽ ഇൻ ടേംസ് ഓഫ് ലൈഫ് എക്സ്പെക്റ്റൻസി. അതായത് നാഷണൽ ലെവലിൽ ഇത് ലൈഫ് എക്സ്പെക്റ്റൻസി, എഡ്യൂക്കേഷൻ ആൻഡ് ഇൻകം, ഈ ഒരു രീതിയിലാണ് നാഷണൽ ലെവലിൽ ഇത് അളക്കുന്നത്. അടുത്ത് നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് നോക്കാം. അതിൽ ഒന്നാമത് പോളിസി പ്ലാനിംഗ് ആണ്. നമുക്കറിയാം ഹെൽപ്സ് ഗവൺമെൻറ്റ്സ്, അത് ഗവൺമെൻറ്റുകളെ സഹായിക്കും പോളിസി എടുക്കുമ്പോഴത്തേക്ക് പ്രയോറിറ്റൈസ്, അത് മുൻഗണന കൊടുക്കുക. എന്തിന്? റിസോഴ്സ് അലോക്കേഷൻ ഇൻ ഡിപ്രീവ്ഡ് ഏരിയാസ്. അതായത് ഡിപ്രീവ്ഡ് ആയിട്ടുള്ള ഏരിയാസിൽ കൂടുതൽ റിസോഴ്സ് അലോക്കേറ്റ് ചെയ്തുകൊണ്ട് പോളിസി എടുക്കാൻ ഗവൺമെൻറ് സഹായിക്കും. അടുത്ത് ഹെൽത്ത് സ്റ്റഡീസ് ആണ്. അതായത് ഇത് ഹെൽത്തുമായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ലിങ്ക്സ് ഡിപ്രിവേഷൻ വിത്ത് ഹെൽത്ത് ഔട്ട്കംസ് ലൈക്ക് ലൈഫ് എക്സ്പെക്റ്റൻസി ആയിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. ഓർ ഡിസീസ് പ്രിവാലൻസ്, അതായത് രോഗത്തിൻ്റെ ആധിക്യം കൂടുതലുള്ള ഏരിയകൾ, ഇതൊക്കെ ലിങ്ക് ചെയ്യുന്നുണ്ട്. അതുമായിട്ടുള്ള റിലേറ്റ് ചെയ്ത് ഇവർക്ക് ഗവൺമെൻറ് പോളിസികൾ എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഹെൽത്ത് സ്റ്റഡീസ് നടത്താൻ സാധിക്കുന്നുണ്ട്. അടുത്തത് അർബൻ ഡെവലപ്മെൻ്റ് ആണ്. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഐഡൻറ്റിഫൈസ് ഏരിയാസ് ഇൻ നീഡ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ഗതാഗതം, കമ്മ്യൂണിക്കേഷനൊക്കെ കൂടുതൽ, ഇലക്ട്രിസിറ്റിയൊക്കെ കൂടുതൽ വേണ്ടുന്ന ഏരിയകൾ. ഓക്കെ, ഇംപ്രൂവ്മെൻറ്റ്സ് ഓർ സോഷ്യൽ പ്രോഗ്രാംസ്. അപ്പോൾ അവിടെ കൂടുതൽ ഇംപ്രൂവ്മെൻറ്റ് കൊണ്ടുവരുന്നതിനും ഈ പഠനം, അതായത് ഈ ഇൻഡെക്സ് സഹായിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.